വാർത്തകൾ വിശദമായി. രാഷ്ട്രീയമെന്നത് രാഷ്ട്രീയക്കാർ നടത്തുന്ന രാഷ്ട്രീയ കളിയല്ലെന്നും മുഖ്യമന്ത്രിയെ മാറ്റി നിർത്തി സോളാർ കേസിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നും CPI ജില്ലാ സെക്രട്ടറി CN ജയദേവൻ അഭിപ്രായപ്പെട്ടു. സോളാർ വിവാദത്തെ തുടർന്ന് സംസ്ഥാനമൊട്ടാകെയുള്ള 140 മണ്ഡലങ്ങളിലെ തിരഞ്ഞെടുത്ത കേന്ദ്രങ്ങളിലേക്ക് LDF നടത്തിയ മാർച്ചിന്റെയും ധർണയുടെയും ഭാഗമായി താന്യം വില്ലേജ് ഓഫീസിനു മുന്നിൽ നടന്ന ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുഖ്യമന്ത്രിയുടെ ഗവൺമെന്റ് മിസ്റ്റർ സലീം രാജ് അതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ആ പ്രശ്നമാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. മുഖ്യമന്ത്രിയുടെ മരുമകൻ മുഖ്യമന്ത്രിയുടെ മകളെ ഉപേക്ഷിക്കാൻ വേണ്ടി ഡൈവേഴ്സ് കേസ് കൊടുത്തപ്പോൾ ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഉന്നയിച്ച ആക്ഷേപങ്ങളിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥന്റെ കൂടി പേരുണ്ട് എന്ന് പറയാനാണ് ഞാൻ ശ്രമിച്ചത്. അല്ലാണ്ട് ഉമ്മൻചാണ്ടിയെ വ്യക്തിപരമായി ആക്ഷേപിക്കാനോ ഉമ്മൻചാണ്ടിക്ക് രഹസ്യബന്ധങ്ങളുണ്ടെന്നോ ആക്ഷേപിക്കാനല്ല പ്രതിപക്ഷ നേതാവ് ശ്രമിച്ചത്. അത്തരത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് നിങ്ങളുടെ ഗവൺമെന്റായിരുന്നത്. അതാണ് പ്രതിപക്ഷ നേതാവ് പറയാൻ ശ്രമിച്ചത്. അത് പറയാൻ വരുമ്പോഴേക്കും കുടുംബകാര്യങ്ങൾ പറഞ്ഞുവെന്ന് പറഞ്ഞ സ്പീക്കർ സഭ നിർത്തിവെക്കുക, അനിശ്ചിതകാലമായി നീട്ടിക്കൊണ്ടുപോകുക. ജനാധിപത്യത്തിന്റെ മാർഗമാണ് പ്രതിപക്ഷം വെല്ലിലിറങ്ങല്. എന്നോട് പലരും ചോദിക്കാറുണ്ട്, എന്തിനായി വെല്ലിലിറങ്ങി ബഹളം വെക്കുന്നത്? ജനാധിപത്യ സംവിധാനത്തിൽ നിലനിൽക്കുന്ന പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നിയമസഭയ്ക്കകത്ത് പ്രതിഷേധം പ്രകടിപ്പിക്കാൻ കാണിക്കുന്ന മാർഗങ്ങളിലൊന്നാണ് നിയമസഭയ്ക്കകത്ത് വെല്ലിലിറങ്ങുക എന്ന് പറയുന്നത്. ആ പ്രതിഷേധം പ്രകടിപ്പിക്കുമ്പോൾ നിയമസഭ അനിശ്ചിതമായി നീട്ടി ബിസിനസ്സുകളെല്ലാം മാറ്റിവെക്കുന്ന നടപടിയിലേക്ക് സ്പീക്കർ നീങ്ങി. സ്പീക്കറെ പോലെ ഒരു ഉയർന്ന സ്ഥാനത്തെ കുറിച്ച് ഞാനിപ്പോൾ അത്രയും പറയുന്നുള്ളൂ. കാരണം അത്രയും പറയാൻ പാടുള്ളൂ എന്നുള്ളതുകൊണ്ട് അത്രയും പറയുന്നുള്ളൂ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉയർത്തുന്നത് രാഷ്ട്രീയത്തിൽ ഉയർന്ന സംശുദ്ധി വേണം എന്നുള്ള കാഴ്ചപ്പാടാണ്. ഉയർന്ന സംശുദ്ധി വേണം രാഷ്ട്രീയത്തിൽ. എല്ലാ രാഷ്ട്രീയക്കാരെയും കള്ളന്മാരും വൃത്തികെട്ടവരും നാറുന്നവരുമായി കാണുന്ന ഒരു സമൂഹത്തിന് മധ്യത്തിൽ വ്യത്യസ്തരായി നിൽക്കാൻ കഴിയണമെന്ന് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉയർത്തുന്ന ആശയം. രാഷ്ട്രീയമെന്ന് പറയുന്നത് രാഷ്ട്രീയക്കാർ നടത്തുന്ന സർക്കസ് കളിയല്ല. പലരും ധാരണ രാഷ്ട്രീയക്കാർ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് രാഷ്ട്രീയം. അതല്ല രാഷ്ട്രീയം. ഇന്ത്യ രാജ്യത്ത് പടിപടിയായി സാമ്പത്തിക മേഖലയിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന പ്രത്യേക സാമ്പത്തിക സംവിധാനങ്ങൾ, ആ നയം നടപ്പിലാക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് അനുവർത്തിച്ചു വരുന്ന പരിപാടികൾ, അതിനെ തുടർന്നുകൊണ്ട് കേരള സംസ്ഥാന ഗവൺമെന്റും അതേ പാതയിലൂടെ പോകുന്നത് ഞാൻ ആ സാമ്പത്തിക നയങ്ങളൊന്നും വിശദീകരിക്കാനല്ല ഈ സന്ദർഭത്തിൽ തുനിയുന്നത്. അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ മുഖ്യമായ CPM ചേർപ്പ് ഏരിയ കമ്മിറ്റി അംഗം KK ശ്രീനിവാസൻ അധ്യക്ഷനായി. MLA മാരായ C രവീന്ദ്രനാഥ്, ഗീതാ ഗോപി തുടങ്ങിയവരും PR വർഗീസ് മാസ്റ്റർ, KV പീതാംബരൻ, TR രമേഷ് കുമാർ, CR മുരളീധരൻ, KM ജയദേവൻ, CL ജോയ് തുടങ്ങിയവരും സംസാരിച്ചു. വിവാഹ വാഗ്ദാനം നടത്തി +2 വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച് 7 മാസം ഗർഭിണിയാക്കിയ 23-കാരനെ അന്തിക്കാട് പോലീസ് പിടികൂടി. അന്തിക്കാട് കല്ലിടവഴി കാരണത്ത് ഉണ്ണികൃഷ്ണൻ മകൻ ദീപുവിനെയാണ് ചേർപ്പ് CI സുന്ദരന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. പ്രതിയുടെ അനുജനുമായി പരിചയം ഉണ്ടായിരുന്ന വിദ്യാർത്ഥിനിയെ പ്രണയം നടിച്ച് യുവാവ് വശീകരിക്കുകയായിരുന്നു.
തുടർന്ന് 2 വർഷത്തോളമായി വിദ്യാർത്ഥിനിയുടെ വീട്ടിൽ രാത്രി സമയങ്ങളിലെത്തി പീഡനം നടത്തിയതായി പ്രതി പോലീസിനെ അറിയിച്ചു. എന്നാൽ 2 ദിവസം മുമ്പ് വിവരമറിഞ്ഞ കുട്ടിയുടെ കുടുംബാംഗങ്ങൾ നാട്ടിലെ മധ്യസ്ഥരുമായി ഇക്കാര്യം ചർച്ച ചെയ്തു അന്തിക്കാട് പോലീസിനെ വിവരമറിയിച്ചു. പിന്നീട് ഇരു വീട്ടുകാരും മധ്യസ്ഥരും പോലീസും തമ്മിൽ ധാരണയാവുകയും തുടർന്ന് വിദ്യാർത്ഥിനിയെ വിവാഹം കഴിക്കാൻ യുവാവ് സമ്മതിക്കുകയും ചെയ്തു. എന്നാൽ ബുധനാഴ്ച വിദ്യാർത്ഥിനിയെ ഇവരുടെ വീട്ടുകാർ യുവാവിന്റെ വീട്ടിൽ കൊണ്ടുചെന്നാക്കി. എന്നാൽ വ്യാഴാഴ്ച രാവിലെ 9 മണിയോടെ ഈ പെൺകുട്ടിയോടൊപ്പം ജീവിക്കാനാകില്ല എന്ന് പറഞ്ഞ് ഇയാൾ മുറ്റിച്ചൂർ പാലത്തിൽ നിന്ന് പുഴയിലേക്ക് ചാടി. നീന്താൻ വശമുണ്ടായിരുന്ന യുവാവ് രക്ഷപ്പെട്ടതോടെ നാട്ടുകാർ വീണ്ടും പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചു. തുടർന്നാണ് താൻ മാത്രമല്ല വിദ്യാർത്ഥിനിയുമായി ബന്ധപ്പെട്ടതെന്ന ഇയാളുടെ മൊഴിയെ തുടർന്ന് പീഡനത്തിനും ആത്മഹത്യാ കുറ്റത്തിനുമെതിരെ അന്തിക്കാട് പോലീസ് കേസെടുത്തത്. നെടുമ്പാശ്ശേരി കാർഗോയിൽ കരാർ തൊഴിലാളിയാണ് ദീപു. ചേർപ്പ് CIC സുന്ദരൻ, അന്തിക്കാട് SIC പ്രേമാനന്ദകൃഷ്ണൻ തുടങ്ങിയവരാണ് കേസ് അന്വേഷിച്ചത്. മലയാള സാഹിത്യത്തിന്റെ കഥകളുടെ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ 19ാം ചരമവാർഷികമാണ് വെള്ളിയാഴ്ച. വലിപ്പ ചെറുപ്പമില്ലാതെ ആർക്കും വായിക്കാവുന്ന കഥകൾ പറഞ്ഞുതന്നാണ് വൈക്കം കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞത്. നോവലുകളും ലഘുനോവലുകളും ചെറുകഥകളുമായി വിപുലമായിരുന്നു ബഷീറിന്റെ സാഹിത്യലോകം. പ്രേമലേഖനവും ബാല്യകാല സഖിയും, എന്റെ അപ്പൂപ്പനൊരാനുണ്ടായിരുന്നു, ആന വാരിയും പൊൻകുരിശും, വിശ്വവിഖ്യാതമായ മൂക്കും, പാത്തുമ്മയുടെ ആടും, മതിലുകളുമെല്ലാം നമ്മുടെ മനസ്സിൽ ഇപ്പോഴും നിറഞ്ഞ കഥകളാണ്. ബഷീറിനെ കുറിച്ചോ ബഷീറിന്റെ കഥകളെക്കുറിച്ചോ ഇനിയും പരിചയപ്പെടാത്തവർ ഉണ്ടെങ്കിൽ ബഷീർ കഥകൾ വായിച്ചു തുടങ്ങണം. മൃഗങ്ങളെയും മറ്റ് ജീവജാലങ്ങളെയും നമ്മെപ്പോലെ ഭൂമിയുടെ അവകാശികളായി കാണുന്ന ആ വലിയ മനുഷ്യനെ, കലാകാരനെ കുറിച്ച് ഇന്നു തന്നെ അറിഞ്ഞു തുടങ്ങണം. വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ കൃതികളെക്കുറിച്ചും സംസാരിക്കുന്നതിനായി വലപ്പാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി മലയാളം അധ്യാപിക ഡോക്ടർ VS സന്ധ്യ ടീച്ചർ ഓർക്കിഡ് വാർത്തകളുമായി ചേരുന്നു. നമസ്കാരം സിന്ധു ടീച്ചർ. നമസ്കാരം. മലയാളത്തിന്റെ കഥകളുടെ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീർ പിൻതലമുറയ്ക്ക് കരുതി വച്ചത് എന്തൊക്കെയാണ്? നമ്മുടെ അതിബൃഹത്വം മഹത്വമായ മലയാള സാഹിത്യത്തില് ഒഴിച്ചു നിർത്താൻ സാധിക്കാത്ത ഒരു സാഹിത്യകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ. 1908 ജനിക്കുകയും 1994 മരണപ്പെടുകയും ചെയ്ത അദ്ദേഹം മലയാള സാഹിത്യത്തിന് വളരെയധികം സംഭാവനകളാണ് നൽകിയത്. ഇപ്പോൾ മലയാള സാഹിത്യത്തെ സംബന്ധിച്ച് നവോത്ഥാനകാല എഴുത്തുകാരിൽ പ്രധാനിയാണ് വൈക്കം മുഹമ്മദ് ബഷീർ. തകഴി, കേശവദേവ്, പൊൻകുന്നം വർക്കി ഇവരോടൊപ്പമാണ് ബഷീറിനെയും നമ്മൾ സാഹിത്യത്തിൽ കണക്കാക്കുന്നത്. അപ്പോൾ ഇതിനിടയിൽ ഇവരുടെ ഒപ്പമാണ് നിൽക്കുന്നതെങ്കിൽ കൂടി ബഷീർ എന്ന് പറയുന്ന സാഹിത്യകാരൻ എപ്പോഴും വേറിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. വളരെ ചെറുപ്പകാലത്ത് തന്നെ, അതായത് ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ അദ്ദേഹം സ്വാതന്ത്ര്യ സമരം, അന്ന് നമ്മുടെ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ സമരം വളരെ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഇതിന് സ്വാതന്ത്ര്യ സമരത്തോട് അങ്ങേയറ്റം ആഗ്രഹം തോന്നിയിട്ട് അദ്ദേഹം വീട്ടിലറിയാതെ വീട്ടിൽ നിന്ന് ഒളിച്ചോടി അതിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേരുകയും ഇവിടുത്തെ ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്തു. ഗാന്ധിജിയെ കണ്ടു, ഗാന്ധിജിയെ സ്പർശിച്ചു എന്നുള്ളത് ജീവിതത്തിലെ ഒരു മഹാഭാഗ്യമായി കണക്കാക്കിയ എഴുത്തുകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ, കോഴിക്കോട് വെച്ചിട്ട്. അതിനുശേഷം അദ്ദേഹം വളരെയധികം സ്വന്തം വീട് വിട്ട്, നാടും വിട്ട് അനേകം വിദേശ രാജ്യങ്ങൾ, ആഫ്രിക്ക, അറേബ്യ പോലെയുള്ള രാജ്യങ്ങൾ സന്ദർശിച്ചു. ഇന്ത്യ മുഴുവൻ ചുറ്റിക്കറങ്ങി അനേക അനുഭവങ്ങൾ അദ്ദേഹത്തിനുണ്ടായി. ഇതിനൊക്കെ ശേഷമാണ് അദ്ദേഹം ഒരു സാഹിത്യകാരനായിട്ട് രംഗപ്രവേശം ചെയ്യുന്നത്, തന്റെ എഴുത്തിലൂടെ രംഗപ്രവേശം ചെയ്യുന്നത്. എന്നിട്ട് പ്രേമലേഖനാണ് അദ്ദേഹം ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ച കൃതിയെങ്കിലും മലയാളത്തിലെ തങ്കം എന്ന് പറയുന്ന ഒരു ചെറിയ കഥ എഴുതിയാണ് അദ്ദേഹം മലയാള സാഹിത്യത്തിൽ കടന്നു വരുന്നത്. പിന്നീട് ബാല്യകാല സഖി, ഇന്ദുപ്പാക്കൊരാനയുണ്ടായിരുന്നു തുടങ്ങിയ മതിലുകൾ തുടങ്ങിയ അനേകം ചെറുകഥകളും ഒക്കെ അദ്ദേഹം രചിച്ചു. വലിപ്പ ചെറുപ്പമില്ലാതെ എല്ലാവരിലേക്കും കടന്നു വന്ന കഥകളാണ് വൈക്കം മുഹമ്മദ് ബഷീറിന്റേത്. ബഷീർ കൃതികൾ എങ്ങനെയാണ് മലയാളികളെ രസിപ്പിച്ചത്? ബഷീർ എന്ന് പറയുന്ന സാഹിത്യകാരനെ നമ്മൾ നോക്കുമ്പോൾ അദ്ദേഹം അനുഭവങ്ങൾ കൊണ്ട് ഒരു വലിയ ഒരു വ്യക്തിയായിരുന്നു. എങ്കിൽ തന്നെയും അതിനേക്കാളേറെ ഭാഷയാണ്, ഹാസ്യമാണ്. അദ്ദേഹം ആ ഭാഷയിലൂടെ കൊണ്ടുവന്ന ഹാസ്യം, അതുപോലെ അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ, അദ്ദേഹത്തിന്റെ സമുദായത്തെ ഉദ്ധരിക്കാൻ വേണ്ടി ശ്രമിച്ചു. ഇങ്ങനെ കുറെ കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു. അപ്പോൾ ഇന്നും സാഹിത്യത്തിൽ അതൊരു വലിയ മുതൽക്കൂട്ടാണ്. അദ്ദേഹത്തിന്റെ ഭാഷ എന്ന് പറഞ്ഞാൽ വളരെ, ഇപ്പോ ബാല്യകാല സഖി എന്ന് പറയുന്ന നോവലാണ് ബഷീർ എന്ന സാഹിത്യകാരനെ കുറിച്ച് കേൾക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ആദ്യമായിട്ട് ഓർക്കുന്നത്. അതുപോലെ ഇന്ദുപ്പാക്കൊരാനയുണ്ടായിരുന്നു. അപ്പൊ ഈ രണ്ട് നോവലും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്നും
പറിച്ചു നട്ട കാര്യങ്ങളാണ് ഈ 2 നോവലിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബാല്യകാല സഖി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ആവിഷ്കാരമാണ്. അതേസമയം ഇന്ദുപ്പാക്കർ ആനയുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതം തന്നെയാണ്. ജീവിതം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഉമ്മ, ബാപ്പ, സഹോദരങ്ങള്, അദ്ദേഹത്തിന്റെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാര്, അദ്ദേഹത്തിന്റെ വീടിന് ചുറ്റും കണ്ട അതായത് പക്ഷികള്, മൃഗങ്ങള്, ചാമ്പമരം, അതുപോലെ പാത്തുമ്മയുടെ ആടിലെ ആട്, ഇവരൊക്കെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം എന്തിനെയൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ടോ അതൊക്കെ അദ്ദേഹത്തിന്റെ കൃതികളിലെ കഥാപാത്രങ്ങളായിരുന്നു. വിദ്യാർത്ഥികളിൽ അല്ലെങ്കിൽ പ്രായക്കാരിൽ അതുപോലുള്ള എല്ലാവരിലും എത്തുന്ന ഒരുപാട് നോവലുകൾ അദ്ദേഹം സാഹിത്യ ലോകത്തിന് സംഭാവന ചെയ്തിട്ടുണ്ട്. ഇതിലെടുത്തു പറയത്തക്ക പ്രധാന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആകർഷിക്കപ്പെട്ട ഏതൊക്കെ നോവലുകളാണ്? ഇപ്പോ ചെറിയ ക്ലാസ്സിൽ കൂടി കുട്ടികൾ പരിചയപ്പെട്ടു വരുന്ന ഒരെണ്ണമാണ് ഭൂമിയുടെ അവകാശികൾ എന്ന് പറയുന്ന ഒരു കഥ. അപ്പൊ അതില് ഇവിടത്തെ എലികള്, പാറ്റകള്, പല്ലികള്, ഭൂമിയിൽ കാണുന്ന എല്ലാ ജീവജാലങ്ങളും നമ്മുടെ ഭൂമിയിലെ അവകാശികളാണ്, ഭൂമിയുടെ അവകാശികളാണ്. അപ്പോൾ അതിൽ നമുക്ക് മാത്രമല്ല സ്വാതന്ത്ര്യമുള്ളത്, അവയ്ക്ക് ഇവിടെ ഇറങ്ങി സഞ്ചരിക്കാനും ജീവിക്കാനും യഥേഷ്ടം ഭക്ഷണം കഴിക്കാനും ഒക്കെ അവകാശമുണ്ട് എന്ന് മറ്റുള്ളവരെ, കുട്ടികളെ കൂടി ബോധ്യപ്പെടുത്താൻ ആ കഥയ്ക്ക് കഴിയും. അതുപോലെ തന്നെയാണ് പാത്തുമ്മയുടെ ആട്, ഇന്ദുപ്പാക്കർ ആനയുണ്ടായിരുന്നു, എല്ലാം തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ കഴിയുന്ന കൃതികളാണ്. പിന്നെ സ്നേഹം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കൃതികളിലെല്ലാം കാണുന്ന ഒരു വികാരമാണ്. ആ സ്നേഹമാണ് ഇപ്പൊ മതിലുകൾ എന്ന് പറയുന്ന കൃതി നോവലില് അത് സിനിമയാക്കിയപ്പോഴും നമ്മൾ കണ്ടതാണ്, എല്ലാവരും ആസ്വദിച്ചതാണ്. അപ്പൊ സ്നേഹം പല തലത്തിലും നമുക്ക് ഇദ്ദേഹത്തിന്റെ കൃതികളിൽ കാണാനായിട്ട് കഴിയും. ബാല്യകാലസഖിയിലെ ഒരു തരത്തിലാണെങ്കിൽ പാത്തുമ്മയുടെ ആടിൽ അതൊരു സഹോദര സ്നേഹമായിട്ട് കാണും. അതുപോലെ മറ്റു ഇന്ദുപ്പാക്കർ ആനയുണ്ടായിരുന്നു എന്നുള്ളതിൽ വേറൊരു തരത്തിലാണ് സ്നേഹം. വളരെ നന്ദി. പാലക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി മലയാളം അധ്യാപിക ഡോക്ടർ PS സന്ധ്യ ടീച്ചർ ഓർക്കിഡ് വാർത്തകളുമായി ചേർന്നതിന്, വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് സംസാരിച്ചതിന് വളരെ നന്ദി. 22 വർഷമായി ഒറ്റയ്ക്ക് കഴിയുകയും കോരിച്ചൊരിയുന്ന മഴയത്ത് പേടിച്ചരണ്ട് പൊട്ടിപ്പൊളിഞ്ഞ വീട്ടിൽ അന്തിയുറങ്ങുകയും ചെയ്തിരുന്നതിനെ തുടർന്ന് മണലൂർ ഗ്രാമപഞ്ചായത്തും അന്തിക്കാട് പോലീസും ചേർന്ന് പെരിങ്ങോട്ടുകര വൃദ്ധ സദനത്തിൽ പാർപ്പിച്ചിരുന്ന മണലൂർ കുറിച്ചിയിൽ തങ്കമ്മയെ തേടി മകൻ പ്രസന്നനെത്തി. പൊട്ടിപ്പൊളിഞ്ഞ വീട്ടിൽ ചോർന്നൊലിക്കുന്ന മഴയത്ത് ഒറ്റയ്ക്ക് കഴിഞ്ഞിരുന്ന വൃദ്ധയെക്കുറിച്ചറിഞ്ഞാണ് മകൻ പ്രസന്നൻ എത്തിയത്. പഞ്ചായത്ത് പ്രസിഡന്റും പോലീസും ചേർന്ന് 10 ദിവസം മുമ്പ് വൃദ്ധ സദനത്തിലെത്തിച്ച വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് മകൻ എത്തിയത്. കുറുക്കഞ്ചേരി SNBP ദേവാലയത്തിൽ ശാന്തിക്കാരനായ മകൻ പ്രസന്നനാണ് അമ്മയെ തേടി വൃദ്ധസദനത്തിൽ എത്തിയത്. വീട്ടിൽ കഴിയാനായി പലപ്പോഴും മകൻ നിർബന്ധിക്കുമായിരുന്നെങ്കിലും അമ്മ കൂട്ടാക്കാത്തതിനെ തുടർന്നാണ് ഒറ്റയ്ക്ക് ജീവിക്കാൻ വിട്ടതെന്നും മകൻ പറഞ്ഞു. ഇതിനൊരു തീരുമാനം ഉണ്ടാകാത്ത എന്താന്ന് വരണം. നാളെ ഞാൻ എനിക്ക് വരികയാണെങ്കിൽ മോനെ കൂട്ടിയിട്ട് വരിക കേട്ടാ. ഈ മരുന്നൊക്കെ മേടിച്ചിട്ട് ഇവിടുത്തെ ഹോസ്പിറ്റലിൽ തന്നെ മരുന്ന് ഫ്രീ അതൊക്കെ വർഷത്തിൽ ലഭിച്ചിരുന്ന തുച്ഛമായ പെൻഷനും പായനെയ്ത്തിലൂടെ ലഭിച്ച വരുമാനവും കൊണ്ടാണ് വൃദ്ധ കഴിഞ്ഞിരുന്നത്. വൃദ്ധസദനത്തിലെത്തിയ മകനൊപ്പം പോകാൻ അമ്മ തയ്യാറായതിനെ തുടർന്ന് മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VN സുർജിത്തിന്റെയും അന്തിക്കാട് പോലീസ് സബ് ഇൻസ്പെക്ടർ C പ്രേമാനന്ദകൃഷ്ണന്റെയും സാന്നിധ്യത്തിൽ മകനൊപ്പം അമ്മയെ വിട്ടയച്ചു. ഇടവേള. ഹലോ അങ്കിൾ, രാവിലെ മഞ്ഞും തണുപ്പും കൊണ്ടുള്ള ഈ ഓട്ടം ഇതുവരെ നിർത്താറായില്ലേ? ഒന്നും പറയണ്ട, അല്ലാതെ ഞാൻ എന്തോന്ന് ചെയ്യാനാ? വീട്ടിലിരുന്നോണ്ട് തന്നെ എക്സസൈസ് ചെയ്യാനുള്ള സൗകര്യമുള്ളപ്പോ എന്തിനാ അങ്കിളെ ഈ ബുദ്ധിമുട്ടുന്നേ? മേക്കാട്ടുകുളം ഹെൽത്ത് കെയർ ട്രേഡേഴ്സ്, തെക്കേ പമ്പിന് തെക്കുവശം, തൃപ്രയാർ. ജീവിതാസ്വാദനം ആരോഗ്യ പരിപാലനത്തിലൂടെ. ഫീൽ ഫിറ്റ്, ഫീൽ ഗുഡ്.
Max Fitness, authorized dealer of Max Fitness, wholesale and retail, Treadmill, Orbitrack, AB Launch, AB King തുടങ്ങിയവ ന്യായവിലയ്ക്ക് ഇപ്പോൾ നിങ്ങളുടെ വീട്ടുവാതിക്കൽ ലഭിക്കുന്നു. ഇറക്കുമതി ചെയ്യപ്പെട്ട അത്യാധുനിക വ്യായാമ ഉപകരണങ്ങളുടെ ഒരു ശ്രേണി ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. മേക്കാട്ടുകുളം ഹെൽത്ത് കെയർ ട്രേഡേഴ്സ്, തൃപ്രയാർ. ഫോൺ 0487239347, മൊബൈൽ 9656003547. എല്ലോന ഗാർഡൻ, പഴുവിൽ വെസ്റ്റ് ആൻഡ് തൃശൂർ. ഗാർഡൻ സെറ്റിംഗ്, ഗാർഡൻ സർവീസിംഗ്, ഇന്റർലോക്ക്, ടൈൽ സപ്ലയേഴ്സ്. എല്ലോന ഗാർഡൻസ്, പഴുവിൽ വെസ്റ്റ് ആൻഡ് തൃശൂർ. നിങ്ങളുടെ വീട്ടുമുറ്റങ്ങൾക്ക് മനോഹാരിതയുടെ വർണ്ണശോഭ ഇനി എല്ലോന ഗാർഡനിലൂടെ. പച്ചപുതച്ച പുൽത്തകിടികളിൽ വർണ്ണ വസന്തം വിരിയിക്കുന്ന പൂക്കളാൽ സമ്പന്നമായ വീട്ടുമുറ്റം ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കി നൽകുന്നു. എല്ലോന ഗാർഡൻസ്, പഴുവിൽ വെസ്റ്റ് ആൻഡ് തൃശൂർ. വ്യത്യസ്തവും നൂതനവും ആധുനിക രീതിയിലുള്ളതുമായ മോൾഡുകളിൽ തയ്യാറാക്കിയ ഈടുറ്റ ഇന്റർലോക്ക് ടൈൽസ്. വീടിന്റെ ഭംഗി ഇനി തൊടിയിലും വിടരട്ടെ. ഇന്ന് തന്നെ ബന്ധപ്പെടുക. എല്ലോന ഗാർഡൻസ്, പഴുവിൽ വെസ്റ്റ് ആൻഡ് തൃശൂർ. എല്ലോന ഗാർഡൻസ്, തെക്കേമഠം ബിൽഡിംഗ്, തെക്കേമഠം റോഡ്, തൃശൂർ. ഫോൺ 9495041227. എല്ലോന ഗാർഡൻ, പഴുവിൽ വെസ്റ്റ് ആൻഡ് തൃശൂർ. 0487227372. എല്ലോന ഗാർഡൻ, പഴുവിൽ വെസ്റ്റ് ആൻഡ് തൃശൂർ. വാർത്തകൾ തുടരുന്നു. RSS വാടാനപ്പള്ളി മണ്ഡലം കാര്യവാഹക് കരിക്കത്തറ അനിൽകുമാറിനെ വെട്ടി പരിക്കേൽപ്പിച്ച കേസിലെ 13-ാം പ്രതി വാടാനപ്പള്ളി ചക്കണ്ടൻ വീട്ടിൽ സബീഷിനെ വലപ്പാട് CI KT സലീൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പിടികൂടി. ഇയാളെ വെള്ളിയാഴ്ച ചാവക്കാട് കോടതിയിൽ ഹാജരാക്കും. ഇക്കഴിഞ്ഞ ഏപ്രിൽ 19-നായിരുന്നു സംഭവം. SNS സമാജത്തിന്റെ കീഴിൽ ആരംഭിക്കുന്ന TTS കോളേജിന് ലഭിച്ച കേരള ഗവൺമെന്റ് NOCയുടെയും CBSEയിൽ ലഭിച്ച അംഗീകാരത്തിന്റെയും ഭാഗമായി നടക്കുന്ന ഉദ്ഘാടന കർമ്മം ശനിയാഴ്ച രാവിലെ 9 മണിക്ക് കേന്ദ്ര മാനവ വിഭവശേഷി വികസന മന്ത്രി ശശി തരൂർ നിർവഹിക്കുമെന്ന് ഭരണസമിതി പ്രസിഡന്റ് PR താരാനാഥൻ മാസ്റ്റർ, സെക്രട്ടറി സച്ചിൻ കുന്നുപറമ്പിൽ, ട്രഷറർ വേളേക്കാട്ട് പുഷ്പാങ്കദൻ, കോർഡിനേറ്റർ PN സുജിന്ത് തുടങ്ങിയവർ തൃപ്പയാറിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഒരു കമ്മിറ്റി എത്രയും നല്ല രീതിയിൽ നമുക്ക് നടത്തണം. ഏതെങ്കിലും കേന്ദ്രമന്ത്രിമാരെ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കണം അതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കേണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പ്രോഗ്രാം കോർഡിനേറ്റർ സനിൽ തുരുത്തിമലിന്റെ നേതൃത്വത്തിൽ നമുക്ക് ഡോക്ടർ ശശി തരൂരിനെ നമുക്ക് ആ ഉദ്ഘാടന കർമ്മത്തിന് ലഭിക്കേണ്ട നിയോജകമണ്ഡലത്തിലെ MLA-മാരായിട്ടുള്ളവരെയും ഇതിലേക്ക് ക്ഷണിക്കുകയും നല്ല രീതിയിൽ ഈ 2013 ജൂൺ 6-ാം തീയതി ശനിയാഴ്ച 9:30 മണിക്കാണ് ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നടത്താൻ തീരുമാനിച്ചത്. അതാണ് പ്രധാനമായിട്ടും ഉള്ളത്. ഇപ്പോൾ ഏറ്റവും പ്രധാനം ഒരു ഡൊണേഷനോ മറ്റു യാതൊരു വർദ്ധനോ രക്ഷിതാക്കളും ഇല്ലാതെ ചെറിയ തോതിൽ നമുക്ക് നിങ്ങൾക്ക് നോക്കിയാൽ അറിയേണ്ടത് ഇവിടെയുള്ള ഏറ്റവും ഏത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ വിദ്യാഭ്യാസം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഉദ്ഘാടന കർമ്മത്തിലേക്ക് ഞാൻ പറയുന്ന LKG UKGയിലേക്ക് വരുന്നില്ല. CBSE സ്കൂളിലേക്ക് സൗകര്യം ഒരുപാടാണെങ്കിൽ LKG UKG ആക്കി തുടങ്ങിയിട്ടുണ്ട്. PC ചാക്കോ MP അധ്യക്ഷനാകും. MLA-മാരായ ഗീതാ ഗോപി, TN പ്രതാപൻ, അഡ്വക്കേറ്റ് VS സുനിൽകുമാർ തുടങ്ങിയവരും സംബന്ധിക്കും. വാടാനപ്പള്ളി അൽനൂർ ITIയുടെ നേതൃത്വത്തിൽ രോഗരഹിത ഭക്ഷണവും ജീവിത രീതിയും എന്ന വിഷയത്തിൽ സാമൂഹിക ശാസ്ത്ര പ്രഭാഷകനായ അബ്ദുൽ കരീം പുത്തഞ്ചിറ ക്ലാസ് നടത്തി. എന്റെ 2 ചേട്ടന്മാര് ITI പഠിച്ചവരാണ്. ആ 2 ചേട്ടന്മാരെ കൂടാതെ എന്റെ അനിയൻ ITI പഠിച്ചവരാണ്. പിക്ചർ ട്രേഡിനായിരുന്നു. 2 പേരെങ്കിലും, ഒരാൾ ക്രാഫ്റ്റ്മാനൊക്കെ ആയിരിക്കും. ഇവരെല്ലാം തന്നെ ഈ
ജോലി സംബന്ധമായി വേർപ്പെടുത്തുന്നതിന് മടിയുള്ളവരല്ല, അടുത്തു വരുന്നതിന് മടിയുള്ളവരല്ല. ഇത് ഞാൻ കണ്ടു വന്നിട്ടുള്ളവരാണ്. അപ്പൊ ഐ.ടി.ഐ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നിങ്ങളോട് ബഹുമാനമുണ്ട്. പ്രായത്തിന്റെ ഇതിലല്ല, അറിവിലും അവരുടെ കഴിവിലുമാണ് നമ്മൾ ഒരാളെ ബഹുമാനിക്കേണ്ടത്. അത്തരമൊരു രീതി വെച്ച് നോക്കുമ്പോൾ ഐ.ടി.ഐ വിദ്യാർത്ഥികളോട് പൊതുവെ ബഹുമാനമുള്ള ഒരാളാണ്, നിങ്ങളുടെ ഒരാളാണെന്ന് നിങ്ങൾ കണക്കാക്കിക്കൊണ്ട് ഈ പരിപാടിയിൽ നിങ്ങൾ സഹകരിക്കണം എന്നുള്ള അഭ്യർത്ഥനയോടെ നമുക്ക് പരിപാടിയിലേക്ക് കടക്കാം. ഐ.ടി.ഐ സെക്രട്ടറി എം ഹംസ മാസ്റ്റർ അധ്യക്ഷനായി. പ്രിൻസിപ്പൽ എ ഷംസുന്നീസ, എം.എ സൈനുദ്ദീൻ, അഷ്റഫ് മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. ദേശീയപാത 17 മതിലകം സെന്ററിനടുത്ത് മാസങ്ങളായി കുടിവെള്ളം പൊട്ടിയൊഴുകുന്നത് പതിവായതിനെ തുടർന്ന് നാഷണൽ ഹൈവേ പരിസരത്ത് പ്രദേശവാസികളും ഓട്ടോ തൊഴിലാളികളും നാട്ടുകാരും ചേർന്ന് വാഴ നട്ടു. 60 ദിവസമായി കുടിവെള്ളം റോഡിലൂടെ ഒഴുകുന്നതായി നാട്ടുകാർ ആരോപിച്ചു. മതിലകം സെന്ററിനടുത്ത് മൂക്കിന് തുമ്പത്ത് നടക്കുന്ന കാര്യമായിട്ട് പോലും അനങ്ങാപ്പാറ നയമാണ് വാട്ടർ അതോറിറ്റി തുടരുന്നതെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ആഡംബര കാറുകൾ വാടകയ്ക്കെടുത്ത് മറിച്ചു വിൽക്കുന്ന സംഘാംഗങ്ങളെ വാടാനപ്പള്ളി പോലീസ് പിടികൂടി. കഴിഞ്ഞ ദിവസം കിഴപ്പുള്ളിക്കരയിൽ നിന്ന് പിടികൂടിയ ഷീബയുടെ സംഘാംഗങ്ങളെയാണ് പോലീസ് പിടികൂടിയത്. വാടാനപ്പള്ളി സ്വദേശി പുല്ലുവീട്ടിൽ അബ്ദുള്ള മകൻ മുല്ല റാഫി എന്ന് വിളിക്കുന്ന റാഫി, ചേറ്റുവ സ്വദേശി പനച്ചിക്കൽ മോഹനൻ മകൻ സുഭാഷ്, ചാവക്കാട് അഞ്ചങ്ങാടി പണിക്ക വീട്ടിൽ ഹുസൈൻ മകൻ ബഷീർ എന്നിവരെയാണ് പിടികൂടിയത്. ആഡംബര വാഹനങ്ങൾ വാടകയ്ക്കെടുക്കുന്ന ഷീബ കൂടുതൽ തുകയ്ക്ക് കഞ്ചാവ്, സ്വർണ്ണക്കടത്ത്, പെൺവാണിഭം എന്നിവ നടത്തുന്നതിനായി സംഘാംഗങ്ങൾക്ക് കൈമാറുകയായിരുന്നു. ക്രിമിനലുകളായ ചെറുപ്പക്കാരെ പണവും മദ്യവും നൽകി ഇവർ കുറ്റകൃത്യങ്ങൾക്കായി ഉപയോഗിക്കുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി ബിജു ഭാസ്കറിന്റെ നിർദ്ദേശാനുസരണം വാടാനപ്പള്ളി എസ്ഐ കെ.എസ്. സന്ദീപ്, അന്തിക്കാട് എസ്ഐ സി പ്രേമാനന്ദകൃഷ്ണൻ തുടങ്ങിയവരാണ് കേസന്വേഷണത്തിന് നേതൃത്വം നൽകുന്നത്. പരാതികളുടെ അടിസ്ഥാനത്തിൽ ഇവർ വാടകയ്ക്കെടുത്തു വിറ്റ 25ഓളം കാറുകളിൽ 10 എണ്ണമാണ് കണ്ടെത്തിയത്. 15 കാറുകൾ ഇനിയും കണ്ടെത്താനുണ്ട്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ കൂടുതൽ കേസന്വേഷണത്തിനായി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. ഒരു ഇടവേള കൂടി. മനസ്സിനിണങ്ങിയ ഹൗസ് പ്ലോട്ടുകൾ ഇനി പെരുമയുടെ നാട്ടിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. തൃശൂർ തൃപ്രയാർ ആലപ്പാട് റോഡിൽ പെരുങ്ങോട്ടുകര ശ്രീ ബോധാനന്ദ വായനശാലയ്ക്ക് സമീപം പ്രധാന റോഡിന് അഭിമുഖമായി 7 മുതൽ 10 സെന്റ് വരെയുള്ള ഹൗസ് പ്ലോട്ടുകൾ വിൽപ്പനയ്ക്ക്. ഗ്രാമീണ സൗന്ദര്യത്തിന്റെ മിഴിവിൽ കായ്ഫലം തരുന്ന കേരവൃക്ഷങ്ങളുടെ പച്ചപുതച്ച തണലിൽ ജലലഭ്യതയാൽ സമ്പന്നമായ ഹൗസ് പ്ലോട്ടുകൾ സ്വന്തമാക്കാൻ സുവർണ അവസരം. കാത്തിരിപ്പില്ലാതെ കൈകളിൽ വന്നു ചേർന്ന വാസയോഗ്യമായ ഹൗസ് പ്ലോട്ടുകൾക്ക് ഇന്ന് തന്നെ വിളിക്കുക. കുട്ടികൾ മുതൽ മുതിർന്നവർ വരെയുള്ളവർക്ക് രാവിലത്തെ പ്രഭാത സവാരി മുതൽ നീന്തൽ വരെയുള്ള വ്യായാമ മുറകൾക്ക് പ്രത്യേക സംവിധാനങ്ങൾ. തൃശൂരിലേക്കും തൃപ്രയാറിലേക്കും കാഞ്ഞാണിയിലേക്കും ഹൗസ് പ്ലോട്ടിന് മുന്നിലൂടെ ഏത് സമയത്തും ബസ് സർവീസ്. 2 കിലോമീറ്ററിനുള്ളിൽ ആലപ്പാട് ഗവൺമെന്റ് ആശുപത്രി, പഴുവിൽ പുത്തൻപീടിക മിഷൻ ആശുപത്രികൾ. 1 കിലോമീറ്ററിനുള്ളിൽ വില്ലേജ് ഓഫീസ്, പോസ്റ്റ് ഓഫീസ്, ബാങ്ക്, KICB, കൃഷി ഓഫീസ്, BSNL ഓഫീസ്. 1/2 കിലോമീറ്ററിനും 1.5 കിലോമീറ്ററിനുമുള്ളിൽ ഗവൺമെന്റ് സ്കൂളുകളും CBSE സ്കൂളുകളും. ഹിന്ദു സമൂഹത്തിന് ആരാധനയ്ക്കായി 1/2 കിലോമീറ്ററിനും 1 കിലോമീറ്ററിനുമിടയിൽ പെരുങ്ങോട്ടുകര ശ്രീ സോമശേഖര ക്ഷേത്രവും ചാളൂർ ഭഗവതി ക്ഷേത്രവും ആവണങ്ങാട്ട് കാനാടി മഠങ്ങളും കൂടാതെ പ്രസിദ്ധമായ തൃപ്രയാർ ക്ഷേത്രത്തിലേക്ക് കേവലം 5 കിലോമീറ്റർ മാത്രം. ക്രിസ്തീയ സമൂഹത്തിന് ആരാധനയ്ക്കായി 1 കിലോമീറ്ററിനും 2 കിലോമീറ്ററിനുമുള്ളിൽ പഴുവിൽ ചെമ്മാപ്പള്ളി പുത്തൻപീടിക പള്ളികൾ. മുസ്ലിം സഹോദരങ്ങൾക്കായി 1/2 കിലോമീറ്ററിനും 1.5 കിലോമീറ്ററിനുമിടയിൽ ചാഴൂർ, താന്യം, പെരുങ്ങോട്ടുകര ജുമാ മസ്ജിദുകൾ. നമ്മൾ തേടി നടന്നതും ആഗ്രഹിച്ചതുമായ ഹൗസ് പ്ലോട്ടുകൾ സ്വന്തമാക്കാൻ ഇനിയും കാത്തിരിക്കണോ? ഇന്നു തന്നെ വിളിക്കുക. സ്വപ്ന സൗധങ്ങൾ ഇനി ഈ പുണ്യഭൂമിയിൽ ഉയരട്ടെ. ബന്ധപ്പെടേണ്ട നമ്പർ 9447 670 466, 9447 745670, 9447 032716, 9446 724056. ഗ്രീൻ വാലി, ചാഴൂർ.
വാർത്തകൾ തുടരുന്നു. തൃപ്പയാർ സെന്ററിൽ മാലിന്യം കാനകളിലേക്ക് ഒഴുക്കിവിടുന്നതിനെതിരെ നടക്കുന്ന പഞ്ചായത്ത്, നാഷണൽ ഹൈവേ, ആരോഗ്യവകുപ്പ് അധികൃതർ തുടങ്ങിയവരുടെ പരിശോധന തുടരവെ തൃപ്പയാർ ഡ്രീംലാൻഡ് ഹോട്ടൽ അടപ്പിച്ചു. കക്കൂസ് മാലിന്യം കാനയിലേക്ക് ഒഴുക്കിവിട്ടതിനെ തുടർന്നാണ് നടപടി. കഴിഞ്ഞ ദിവസം സുപ്രീം ബേക്കറിയും ഇത്തരണത്തിൽ അടപ്പിച്ചിരുന്നു. റോഡ് നിർമ്മാണത്തിലെ അപാകത മൂലം പഴുവിൽ പള്ളിനട വളവിൽ അപകടം പതിവാകുന്നു. റോഡ് വളഞ്ഞു വരുമ്പോൾ ഇരുചക്രവാഹനങ്ങൾ കാനയിൽ വീണ് നിരവധി അപകടങ്ങളാണ് പ്രദേശത്ത് ഉണ്ടാകുന്നത്. വിവിധ അപകടങ്ങളിലായി ഈ പ്രദേശത്ത് 4 പേരുടെ ജീവൻ പൊലിഞ്ഞിട്ടുണ്ട്. അപകടം ഒഴിവാക്കാനുള്ള ഹമ്പ് പോലുള്ളതോ സിഗ്നൽ സംവിധാനങ്ങളോ പ്രദേശത്ത് സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. സിനിമ കണ്ടുവരുമ്പോ ചെക്കൻ പള്ളിയാട്ടുമുറിക്കാരൻ ചെക്കൻ മരിച്ചു. പിന്നെ ഒരു ഭാര്യയും ഭർത്താവും മുമ്പ് ആട്ടാണെങ്കിൽ തന്നെ വീണ് ഇവിടെ മരിച്ചു. പിന്നെ ഗോപിയുടെ പെങ്ങളമാണ് അവിടെ അതാട്ടെ ലോറി സ്ഥിരമായിട്ട് അപകടം. പിന്നെ പറഞ്ഞാൽ ട്രാൻസ്ഫോർമറിന്റെ അവിടെ അങ്ങ് തിങ്ങി. അങ്ങനെ 4 മരണം പടി ഉണ്ടായിരുന്നു. പിന്നെ അപകടങ്ങൾ വരുന്നത് വേറെ സ്ഥിരമായിട്ട് വണ്ടികൾ വീഴുന്നുണ്ട്. വണ്ടികൾ സ്ഥിരമായിട്ട് വീണു. ഈ റോഡിലും വളവിന്റെ ശാസ്ത്രീയമായ നിർമ്മിതം കാരണം ഇവിടെ സ്ഥിരമായ അപകടങ്ങൾ ഉണ്ടാവുകയാണ്. ഇന്നലെ വരെ ഒരു കാർ ആക്സിഡന്റ് ആവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുപോലെ തന്നെ 3-4 ആളുകൾ ഇവിടെ ഈ വളവിൽ വെച്ച് മരണമായിരുന്നു. പിന്നെ ഒരു സിഗ്നൽ വരെ വെച്ചിട്ടില്ല. സിഗ്നൽ ബോർഡുകൾ വരെ സ്ഥാപിക്കാനാണ് ഈ വളവ് നിർമ്മിച്ചു കഴിഞ്ഞതിന് ശേഷം ഇത്ര നാളായിട്ട് സിഗ്നൽ ബോർഡ് വരെ ഇതിന് ഈ വളവ് ഉണ്ട് എന്ന് കാണിക്കുന്ന സിഗ്നൽ ബോർഡ് വരെ ഇല്ലാത്ത സ്ഥിതിയാണ്. കയ്പമംഗലം RMUP സ്കൂളിലേക്ക് അനുവദിച്ച കമ്പ്യൂട്ടറുകളുടെ സ്വിച്ച് ഓൺ കർമ്മം VS സുനിൽകുമാർ MLA നിർവഹിച്ചു. സർക്കാർ സ്കൂളുകളിൽ നിങ്ങൾ കാണാൻ സർക്കാർ സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞാൽ വളരെ മനോഹരമായ പൂന്തോട്ടങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെയെല്ലാം കുട്ടികൾ കളിക്കാനുള്ള ഗാർഡനുകൾ സെറ്റ് ചെയ്യുന്നത് SSF ഉപയോഗിച്ചുകൊണ്ടാണ്. ഇപ്പൊ നമ്മുടെ MLA കൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് 2 സ്കൂളിൽ നമ്മൾ സെലക്ട് ചെയ്ത 2 സ്കൂളുകളിൽ മനോഹരമായ ആധുനിക സൗകര്യത്തോടുള്ള ഗാർഡനും പാർക്കും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ UP LP സ്കൂളുകൾ നമ്മൾ സംഘടിപ്പിക്കാൻ പോവാണ്. അതെല്ലാം ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മുടെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ കുട്ടികൾക്ക് വരുമ്പോൾ തന്നെ ആകർഷകമാകണം, പഠിക്കുമ്പോൾ അതിനേക്കാൾ ആകർഷകമാകണം, കൂടുതൽ കാര്യങ്ങൾ അറിയാൻ കഴിയണം. ആ നിലയിൽ നമുക്ക് നമ്മുടെ സർക്കാർ സ്കൂളുകളും എയ്ഡഡ് സ്കൂളുകളുടെയും ഗുണനിലവാരം ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അൺഎയ്ഡഡ് സ്കൂളുകൾ ധാരാളം നമ്മുടെ നാട്ടിൽ വളർന്നവരാണ്. ലഗാനുമില്ലാതെ അൺഎയ്ഡഡ് സ്കൂളുകൾ ആരംഭിക്കുകയാണ്. ഈ അൺഎയ്ഡഡ് സ്കൂളുകൾ ആരംഭിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ അനന്തരഫലമായി സംഭവിക്കുന്നത് സമീപത്തുള്ള നമ്മുടെ ഇതുപോലെയുള്ള സ്കൂളുകളുടെ കുട്ടികളുടെ എണ്ണം കുറയും. ആ സ്കൂളുകൾ ശോഷിച്ചു വരുന്ന സ്ഥിതിവിശേഷമുണ്ട്. അങ്ങനെ വരുമ്പോൾ പല സർക്കാർ പള്ളിക്കൂടങ്ങൾ കൂട്ടേണ്ടി വരും. MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും ആണ് കമ്പ്യൂട്ടർ അനുവദിച്ചത്. കയ്പമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ, സ്കൂൾ മാനേജർ ഫാദർ ജെയിംസ് പള്ളിപ്പാടത്ത്, സ്കൂൾ പ്രധാനാധ്യാപിക റെനി റാഫേൽ, PTA പ്രസിഡന്റ് AH മുസ്തഫ, വലപ്പാട് AO AB ജയപ്രകാശ്, CJ ജോഷി തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു. ഇനി ചരമവാർത്തകൾ. പഴുവിൽ വെസ്റ്റ് പാറക്കൽ കൃഷ്ണമകൻ വാസുദേവൻ മുംബൈയിൽ വെച്ച് നിര്യാതനായി. സംസ്കാരം നടത്തി. 75 വയസ്സായിരുന്നു. ഭാര്യ സുലോചന. മക്കൾ ഷാജു വാസുദേവൻ, സദാനന്ദ് വാസുദേവൻ, മരുമകൾ പ്രിയ. ചാടൂർ ചേറ്റക്കുളം കോവിലകം റോഡിന് സമീപം പുതുശ്ശേരി പരേതനായ കോരൻ മകൻ ശങ്കരൻ 59 വയസ്സ് നിര്യാതനായി. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ സീനിയർ സൂപ്രണ്ടായിരുന്നു. സംസ്കാരം നടത്തി. മക്കൾ ഡോണ, മില. അന്തിക്കാട് മാങ്ങാട്ടുകര എളയടത്തുപറമ്പിൽ പരേതനായ രാഘവൻ ഭാര്യ വിലാസിനി നിര്യാതയായി. 77 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. മക്കൾ മുകുന്ദൻ, നിർമ്മല, ഗീത, സുദർശനൻ, മരുമക്കൾ വിജയലക്ഷ്മി, രവി, ശാന്തി, പരേതനായ രാജേന്ദ്രൻ. പ്രധാന വാർത്തകൾ